ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര പവർ കൊടുത്തിട്ട് ആ ഡോക്ടറിൻ്റെ കാലുകൾ അകത്തിയപ്പോഴായിരിക്കും ആ ഡോക്ടറിൻ്റെ പെൽവിക് ബോൺ വരെ തകർന്നു പോകാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയത്. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ് ഞാൻ. കൂടാതെ തന്നെ ഒരു MBBS സ്റ്റുഡൻറ്റുമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ കൊൽക്കത്തയിൽ, അതായത് നമ്മുടെ ഇന്ത്യയിൽ നടന്നൊരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ടാണ് എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ദേഹത്ത് മൊത്തം മുറിവുണ്ട്. ആ കുട്ടി കണ്ണാടി ധരിക്കുകയായിരുന്നു. ആ കണ്ണാടി പൊട്ടി കണ്ണി കുത്തി കയറി കണ്ണിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് അവസാനം ഡെത്ത് ഡ്യൂ ടു കഴുത്ത് ഞെരിച്ച് കൊന്നു. കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടാണ് മരണപ്പെടുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, താൻ മരിക്കുന്നതിന് മുന്നേ എത്ര വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ആ കുട്ടി. ജസ്റ്റ് തിങ്ക്. ഈ ഒരു വീഡിയോ ചെയ്യുന്ന എനിക്ക് കുറച്ച് ധൈര്യം വേണം. ഈ വീഡിയോ ചെയ്ത് കേൾക്കുന്ന നിങ്ങൾക്ക് കുറച്ച് ധൈര്യം വേണം. ബിക്കോസ് ഇത് ഒരു അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്നൊരു കേസല്ല. പിന്നെ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് എന്ന രീതിയിലും ഒരു യൂട്യൂബർ എന്ന രീതിയിലും കൂടാതെ ഒരു മനുഷ്യൻ എന്ന രീതിയിലും ഞാനിതിനു വേണ്ടി റിയാക്ട് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും എത്ര മാത്രം വേദന അനുഭവിച്ചിട്ടാണ് ആ ഡോക്ടർ മരിച്ചതെന്ന്. പിറ്റേന്ന് രാവിലെ നമ്മൾ കാണുന്ന ആ സ്ത്രീയെ പകുതി വസ്ത്രമില്ലാതെ ജനനേന്ദ്രിയത്തിൽ ബ്ലഡ് വന്നു. We want justice. Strike on, strike on. EMC strike on. We want justice. We want justice. ആ ചോരക്കെന്താ വിലയില്ലേ? പ്രതിഷേധം പ്രതിഷേധം. strike on. We want justice. We need justice. പിന്നെ ഈ ക്രൈം സീനിലെത്തിയ ഈ ഡോക്ടറിൻ്റെ ഫാദറിന് എന്താ പറയുക, ആ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് 3 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആലോചിച്ച് നോക്ക്. പോട്ടെ, ഈ ഡോക്ടറിൻ്റെ ജനനേന്ദ്രിയത്തിൽ നിന്ന് 150 മില്ലിഗ്രാം സെമൻ കണ്ടെടുത്തി. പക്ഷെ ഒരു നോർമലായിട്ടുള്ളൊരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു നോർമലായിട്ടുള്ളൊരു മെയിൽ പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് വെറും 15 മില്ലിഗ്രാം ഓഫ് സെമനെ കൊടുക്കാൻ പറ്റുള്ളൂ. സോ ആലോചിച്ച് നോക്ക്. ജസ്റ്റ് തിങ്ക് എത്ര ബ്രൂട്ടലായിട്ടാണ് ഒരു വ്യക്തിയോട്, ഞാനൊരു ഡോക്ടർ എന്ന് ഞാനിങ്ങനെ എടുത്തു പറയുന്നില്ല, ഓട്ടെ ഒരു മനുഷ്യ സ്ത്രീയോട് കാണിച്ചേക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. മരിക്കുന്നതിന് മുന്നേ ആ ഡോക്ടറിന്റെ വായിന്ന് ചോര വന്നിട്ടിരുന്നു. എത്ര ബലം കൊടുത്തിട്ട് ആ ഡോക്ടറിന്റെ കഴുത്ത് പിടിച്ചിട്ടായിരിക്കും വായിന്ന് ചോര വരാൻ തുടങ്ങിയത്. ഇതൊരു ഹൊറർ സ്റ്റോറി അല്ല, ഇത് നമ്മുടെ ഇന്ത്യയിൽ നടന്നൊരു ഇൻസിഡന്റ് ആണ്. RG കർ മെഡിക്കൽ കോളേജിൽ നടന്നൊരു ഇൻസിഡന്റ്. ഇതിനെതിരെ ശബ്ദം ഇല്ലാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരം ഒരു നേഴ്സ് ഉത്തർപ്രദേശിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. ഇനിയും നമ്മൾ ശബ്ദമുയർത്തില്ലെങ്കിൽ ഇത് തുടർന്ന് കൊണ്ടേയിരിക്കും. പ്രതിയെ നിങ്ങൾ ഒളിപ്പിച്ചാലും ആളിറക്കി തല്ലിച്ചാലും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ ഇടയ്ക്കായിട്ട് നമ്മൾ ഡോക്ടേഴ്സിനെതിരെ വർദ്ധിച്ചു വരികയാണ്. ക്രൈംസിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ഡിസ്റെസ്പെക്റ്റിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും
പണ്ടൊക്കെ ഡിസ്റെസ്പെക്ട് മാത്രമേ, ഡോക്ടറോട് ഒരാൾ മോശമായിട്ട് സംസാരിച്ചു അങ്ങനെയായിരുന്നു. പിന്നെ ഈ ഇടയ്ക്കായിട്ട് ഡോക്ടറിനെ തല്ലി, ഡോക്ടറിനെ ചവിട്ടി എന്നൊക്കെയായി. പിന്നെ ഇപ്പോൾ ഡോക്ടറിനെ കൊന്നു, ഇപ്പോൾ ഡോക്ടറിനെ റേപ്പ് ചെയ്ത് കൊന്നു. കഷ്ടം തന്നെയാണ് ഗൈസ്. 78ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു ഇന്നലെ. ഇന്നലെ തന്നെ ചെയ്തത്. അപ്പം ഈ ഹോസ്പിറ്റലിലുണ്ടല്ലോ, ഈ ഡോക്ടറിൻ്റെ റേപ്പ് കേസ് നടന്ന ഹോസ്പിറ്റലിൽ, ആ ഹോസ്പിറ്റലിൽ കുറച്ചധികം ആൾക്കാർ വന്ന് 1000-ഓളം ആൾക്കാർ വന്നിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ച് എന്താ പറയുക, മൊത്തം ഈ സീനാക്കി അവിടുത്തെ തെളിവുകളൊക്കെ നശിപ്പിച്ച് വെച്ചേക്കുന്നു. എന്തുവാല്ലേ ഈ ലോകത്ത് നടക്കുന്നത്? ഇതൊക്കെ കാണുന്ന നമ്മളാ പൊട്ടന്മാരാ. ഇതാരൊക്കെയാണ് ചെയ്തതെങ്കിലും അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, അവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കുകയും ചെയ്യണം. പക്ഷേ എല്ലാം കൂടെ ഒന്ന് കളക്ട് ചെയ്തപ്പോൾ